ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ ഈ വീഡിയോയിൽ കാർനോട്ട് സൈക്കിളിൻ്റെ വലിയൊരു പ്രോബ്ലമാണ് നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് നോക്കുന്നത്. നമ്മുടെ ബെഞ്ചമിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ 2 പ്രോബ്ലംസ് മാത്രമേ കാർനോട്ട് സൈക്കിളിൻ്റെ ഉപയോഗിച്ച് കൊടുത്തിട്ടുള്ളൂ. അതിൽ ആദ്യത്തെ പ്രോബ്ലം നമ്മൾ 2-3 മാർക്സിന് ചോദിക്കത്തുള്ളൂ. അത് കഴിഞ്ഞ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് വലിയ പ്രോബ്ലം, ഇങ്ങനത്തെ പ്രോബ്ലം സാധാരണ 10 മാർക്സിനാണ് ചോദിക്കുന്നത്. ഈ 10 മാർക്സിന് ചോദിക്കുന്ന പ്രോബ്ലം ഓട്ടോ സൈക്കിളിലും ഡീസൽ സൈക്കിളിലും കാർനോട്ട് സൈക്കിളിലും എല്ലാം ചോദിക്കും. ബേസിക്കലി പ്രോബ്ലംസ് കുറച്ച് പാട് തന്നെയാണ്, വർക്കൗട്ട് ചെയ്താലേ മനസ്സിലാകത്തുള്ളൂ. 1-2 പ്രോബ്ലം മാത്രം വർക്കൗട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാര്യമായിട്ട് മനസ്സിലാകാനും പോകുന്നില്ല. പറ്റാവുന്ന അത്ര പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഓട്ടോ സൈക്കിളും ഡീസൽ സൈക്കിളും നോക്കി ഒരുപാട് പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. അതിൽ പറ്റാവുന്ന പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ എന്തായാലും ക്ലാസ്സിലെടുക്കും, വീഡിയോയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും മിക്കതും. എല്ലാം ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല, എന്നാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നോക്കും. അപ്പോൾ അങ്ങനെ വർക്കൗട്ട് ചെയ്യും. എന്നാലും നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാതെ തന്നെ സ്വന്തമായിട്ട് വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് അത് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വീഡിയോ കാണാതെ ഒരു തവണയും കൂടെ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കാര്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ. അല്ലാതെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നു നോക്കിക്കൊണ്ടിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ആർക്കും ഇത് മനസ്സിലാവാൻ പോകുന്നില്ല. മാത്സ് ആണ്, അപ്പോൾ ചെയ്ത് നോക്കിയാലേ മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് ഒരു ബുക്കിൽ ചെയ്ത് റഫ് നോട്ടിലല്ലോ ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക, എന്നാലേ മനസ്സിലാവുകയുള്ളൂ. ഈ കാർനോട്ട് സൈക്കിളിൽ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് ഞാൻ ഇവിടെ ഈ കാണിച്ചിട്ടുള്ളത്. എല്ലാ ഇക്വേഷനും കാണിച്ചിട്ടില്ല, എന്നാലും സാധാരണ ഉപയോഗിക്കുന്ന കുറച്ച് ഇക്വേഷൻസ് ആണ് ഞാൻ ഇവിടെ ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിച്ചായിരിക്കും നമ്മൾ കാർനോട്ട് സൈക്കിളിൻ്റെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻസ്. ഈ ഫോമുല എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. 1 - T3/T1 എന്ന ഫോമുല എന്തിനാണെന്ന് അറിയാം. കാർനോട്ട് സൈക്കിളിൻ്റെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അത് കഴിഞ്ഞ് ഈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇക്വേഷൻ ഇത് നിങ്ങൾ കാണാതെ പഠിക്കുക. പിന്നെ ഉള്ളത് ഐസോതെർമൽ പ്രോസസ്സിൻ്റെ പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻ. ഇവിടെ ടെമ്പറേച്ചർ വരുന്നില്ല, കാരണം ഐസോതെർമൽ പ്രോസസ്സാണ്. അതുകൊണ്ട് ഇവിടെ ടെമ്പറേച്ചറിൻ്റെ ടേംസ് ഒന്നും വരുന്നില്ല. അതിൻ്റെ പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് പഠിക്കുക. P1 V1 = P2 V2. ഇത് ജനറൽ ഇക്വേഷൻ ആണ്. പ്രോസസ്സ് മാറുന്നതനുസരിച്ച് ഇപ്പോൾ ഇത് ഐസോതെർമൽ എക്സ്പാൻഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പ്രോസസ് 1-2 ആണ്. ഇതെന്ന് പറയുന്നത് ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ്സാണ്, പ്രോസസ് 3-4. പ്രോസസ് 3-4 വരുമ്പോൾ ഈ ഇക്വേഷന് റീറൈറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പ്രോസസ് 3-4 എന്നതിന് ബേസ് ചെയ്ത് ഇവിടെ റീറൈറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. റീറൈറ്റ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഇതിനെ P3 V3 = P4 V4 എന്ന് നമുക്ക് റീറൈറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പം ഐസോതെർമൽ പ്രോസസ്സിൻ്റെ ഈ ഒരു ജനറൽ ഇക്വേഷൻ, പ്രഷറും വോളിയം തമ്മിലുള്ള ജനറൽ ഇക്വേഷൻ നമുക്ക് ആവശ്യമായിട്ട് വരും. അതുപോലെ തന്നെ ഹീറ്റ് സപ്ലൈഡിൻ്റെ ഇക്വേഷൻ ഇതും നമുക്ക് ആവശ്യമായിട്ട് വരും. ഇത് ഹീറ്റ് സപ്ലൈഡ്, ഈ കാർനോട്ട് സൈക്കിളിൻ്റെ ഹീറ്റ് സപ്ലൈഡ് എന്ന് പറയുന്ന പ്രോസസ് 1-2 ആണ്. അതിന് ഈ ജനറൽ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കും, കാരണം പ്രോസസ് 1-2 തന്നെയാണ് അതിലും വരുന്നത്. അപ്പോൾ ഈ ജനറൽ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കാം. ഇതേ ഇക്വേഷൻ തന്നെയാണ് ഹീറ്റ് റിജക്ഷൻ എത്രയാണെന്ന് കണ്ടെത്താനും നമ്മൾ ഉപയോഗിക്കുന്നത്. ഹീറ്റ് റിജക്ഷൻ വേണ്ടി കണ്ടെത്താനായിട്ട് നമ്മൾ പക്ഷേ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പ്രോസസ് 3-4 ആണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ റീറൈറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അത് നമ്മൾ ഇത് ഡിറൈവ് ചെയ്ത സമയത്ത് ഹീറ്റ് റിജക്ഷൻ്റെ ഫോമിലെ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തായിരുന്നു. അപ്പോൾ അതനുസരിച്ച് അതും കൂടി നോക്കിയിരിക്കുക. ബട്ട് പ്രോസസ് 3-4 അനുസരിച്ച് റിലേറ്റ് ചെയ്യുമ്പോൾ P3 V3 Ln × V3/V4 എന്നൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പം അതും കൂടെ നോക്കുക. അപ്പോൾ ഇത് ഹീറ്റ് സപ്ലൈഡിനും അതുപോലെ തന്നെ ഹീറ്റ് റിജക്ഷനും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഫോമുല ഇതായിട്ടും വേണ്ടി വരും. പിന്നെ ഉള്ളതാണ് അഡയബാറ്റിക് പ്രോസസ്സിൻ്റെ പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻ. അത് 3 എണ്ണം ഉണ്ട്. നമ്മൾ അഡയബാറ്റിക് പ്രോസസ്സ് പഠിച്ചപ്പോൾ ഈ 3 ഇക്വേഷനും കണ്ടായിരുന്നു. ഇത് നിർബന്ധമായി നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം അഡയബാറ്റിക് പ്രോസസ്സ് ആയിരുന്നാലും ഈ കാർനോട്ട് സൈക്കിൾ ആയിരുന്നാലും ഓട്ടോ സൈക്കിൾ ആയിരുന്നാലും ഡീസൽ സൈക്കിൾ ആയിരുന്നാലും ഇതിനെല്ലാത്തിനും അഡയബാറ്റിക് പ്രോസസ്സ് ഉള്ളതാണ്. അതിൻ്റെ എല്ലാം പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഈ 3 ഇക്വേഷൻസ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. പ്രഷറും വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻസ് 3 എണ്ണമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 3 എണ്ണവും കാണാതെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇതും കൂടെ പഠിച്ചാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് ആണ് നമ്മുടെ കാർനോട്ട് സൈക്കിൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ സാധാരണ എക്സാം പ്രോബ്ലം ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്ന് എഫിഷ്യൻസി എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ചോദിക്കും. അതുപോലെ തന്നെ ഹീറ്റ് സപ്ലൈഡ് എത്രയാണ്, ഹീറ്റ് റിജക്ഷൻ എത്രയാണ്, ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടും ചോദിക്കും. അതുപോലെ തന്നെ വർക്ക് ഡൺ എത്രയാണെന്നും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ചോദിക്കും. വർക്ക് ഡൺ എങ്ങനെയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. ഹീറ്റ് സപ്ലൈഡ് മൈനസ് ഹീറ്റ് റിജക്ഷൻ അതെടുക്കപ്പോഴേക്കും വർക്ക് ഡൺ എത്രയാണെന്ന് കിട്ടും. അപ്പം എഫിഷ്യൻസിയും ഹീറ്റ് സപ്ലൈഡ്, ഹീറ്റ് റിജക്ഷൻ, വർക്ക് ഡൺ ഇങ്ങനത്തെ ടേംസ് എല്ലാം കണ്ടെത്താനായിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിക്കും. അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റിലെയും, ഇതിപ്പോൾ 4 സ്റ്റേറ്റ് ഉണ്ട്, സ്റ്റേറ്റ് 1, 2, 3, 4, ഈ 4 സ്റ്റേറ്റിലെയും മേ ബി പ്രഷർ എത്രയാണെന്ന് കണ്ടെത്തുക. ഓരോ സ്റ്റേറ്റിലെയും പ്രഷർ എത്രയാണ്, ഓരോ സ്റ്റേറ്റിലെയും വോളിയം എത്രയാണ് എന്നൊക്കെ കണ്ടെത്താനായിട്ട് ചോദിക്കും. അതുപോലെ തന്നെ ടെമ്പറേച്ചർ T1ൻ്റെയും T2ൻ്റെയും T1 T2 സെയിം ആണ്. നമ്മുടെ കാർനോട്ട്
കാർണോട്ട് സൈക്കിൾ T1 T2 സെയിം ആണ്, T3 T4 സെയിം ആണ്. മേ ബി അതിൽ ഏതെങ്കിലും ഒരു ടെമ്പറേച്ചർ തന്നിട്ട് മറ്റേ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനായിട്ട് തരും. ഹോട്ട് ബോഡിയുടെ ടെമ്പറേച്ചർ തന്നിട്ട് കോൾഡ് ബോഡിയുടെ ടെമ്പറേച്ചർ കണ്ടെത്താനായിട്ട് പറയും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലെ പ്രഷർ തന്നിട്ട് ബാക്കി എല്ലാ സ്റ്റേറ്റിലെയും പ്രഷർ കണ്ടെത്താനായിട്ട് പറയും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലെ വോളിയം തന്നിട്ട് ബാക്കി 3 സ്റ്റേറ്റിലെയും വോളിയം എത്രയാണെന്ന് കണ്ടെത്താനായിട്ട് പറയും. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ഈ പ്രഷറും വോളിയം ഒക്കെ കണ്ടെത്താൻ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി ഈ പ്രഷറും വോളിയം ടെമ്പറേച്ചർ ഈ റിലേഷൻസ് ഉപയോഗിച്ചായിരിക്കും നമ്മൾ ആ പ്രഷറും വോളിയം എത്രയാണെന്ന് കണ്ടെത്തുന്നത്. അപ്പോൾ അതിനുവേണ്ടി അഡയബാറ്റിക് പ്രോസസ്സിൻ്റെ ഫോർമുലേസും യൂസ് ചെയ്യാം. ഈ ഐസോതെർമൽ പ്രോസസ്സിൻ്റെ പ്രഷറും വോളിയം തമ്മിലുള്ള റിലേഷനൊക്കെ യൂസ് ചെയ്തായിരിക്കും പ്രഷറും വോളിയം ടെമ്പറേച്ചർ ഓരോ സ്റ്റേറ്റിനെയും പ്രഷറും വോളിയം ടെമ്പറേച്ചറൊക്കെ നമ്മൾ കണ്ടെത്തുന്നത്. ഇവിടെ ഇപ്പോൾ നോക്കുക, ഇവിടെ ഈ സ്റ്റേറ്റ് 2 എന്നുണ്ട്. ആ സ്റ്റേറ്റ് 2ൻ്റെ പ്രഷർ എത്രയാണെന്ന് കണ്ടെത്തണമെന്ന് നിങ്ങൾ കരുതുക. ഈ പ്രഷർ P2, അതായത് P2 ആണ് കണ്ടെത്തേണ്ടത്. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിൽ മേ ബി V1 എത്രയാണെന്ന് തന്നിരിക്കും, P1 എത്രയാണെന്ന് തന്നിരിക്കും, അതുപോലെ തന്നെ P2ഉം തന്നിരിക്കും. അതിൽ നിന്ന് നമുക്ക് V2ഉം തന്നിരിക്കും. അതിൽ നിന്ന് ബാക്കിയുള്ള P2 എത്രയാണെന്ന് നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ സാധിക്കും. സ്റ്റേറ്റ് 1ലെ പ്രഷറും വോളിയവും തന്നിരിക്കും, സ്റ്റേറ്റ് 2ലെ മേ ബി വോളിയം മാത്രം തന്നിരിക്കും. അതിൽ നിന്ന് ഈ 3 വാല്യൂസ് ഉപയോഗിച്ച് ഈ സ്റ്റേറ്റ് 2ലെ പ്രഷർ എത്രയാണെന്നായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. അതുപോലെ തന്നെ മേ ബി സ്റ്റേറ്റ് 3 തന്നിട്ട് സ്റ്റേറ്റ് 3ലെ പ്രഷർ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ചോദിക്കും. മേ ബി P2ഉം മേ ബി P4ഉം ഒക്കെ ആയിരിക്കും തന്നിരിക്കുന്നത്. മാത്രമല്ല V4 വോളിയം, ഈ സ്റ്റേറ്റ് 3ൽ തന്നെ വോളിയം, സ്റ്റേറ്റ് 4ലേക്ക് വോളിയം തന്നിരിക്കും. അതിൽ നിന്ന് P3 എത്രയാണെന്ന് കണ്ടെത്താനായിട്ട് സാധ്യത ചോദിക്കും. അപ്പോൾ ഈ P3 കണ്ടെത്താനായിട്ട് നമുക്ക് ബേസിക്കലി 2 സെറ്റ് ഓഫ് ഫോർമുലാസ് നമുക്ക് വേണം യൂസ് ചെയ്യാം. ഒന്നുകിൽ ഈ ഐസോതെർമൽ പ്രോസസ്സ്, ഈ സ്റ്റേറ്റ് 3 എന്ന് പറയുന്നത് 2 പ്രോസസ്സിൽ വരുന്നുണ്ടല്ലോ. പ്രോസസ് 2 3ലും സ്റ്റേറ്റ് 3 വരുന്നുണ്ട്, പ്രോസസ് 3 4ലും ഈ സ്റ്റേറ്റ് 3 വരുന്നുണ്ട്. അപ്പോൾ ഈ പർട്ടിക്കുലർ സ്റ്റേറ്റിലെ പ്രഷറോ വോളിയമോ ആണ് കണ്ടെത്തേണ്ടതെങ്കിൽ നമുക്ക് മേ ബി ഈ അഡയബാറ്റിക് പ്രോസസ്സിലെ ഫോർമുലാസിൽ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ സ്റ്റേറ്റ് 3ലെ പ്രഷറോ അല്ലെങ്കിൽ വോളിയമോ കണ്ടെത്താം. അല്ലെങ്കിൽ ഈ ഐസോതെർമൽ പ്രോസസ്സിലെ ഈ ഫോർമുലയിൽ ഇട്ട് കൊടുത്തും ഈ സ്റ്റേറ്റ് 3ലെ പ്രഷറോ വോളിയമോ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പം ആ സ്റ്റേറ്റ് ഏത് പ്രോസസ്സിലാണോ വരുന്നത് ആ പ്രോസസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോർമുലയിൽ അപ്ലൈ ചെയ്തിട്ട് ആ അൺനോൺ ആയിട്ടുള്ള വാല്യൂ ഏതാണെന്ന് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് എടുക്കുന്നത്. അപ്പം ഇത് കുറച്ച് കൺഫ്യൂസിങ് തന്നെയാണ്. ആദ്യത്തെ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കുറച്ച് കൺഫ്യൂസിങ് തന്നെയായിരിക്കും. കൂടുതൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കി വരും. അപ്പം അങ്ങനെയായിരിക്കും നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇത് തന്നെ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ടേംസ് കണ്ടെത്താനായിട്ട് ചോദിക്കുക. ഒരു 5 6 7 ടേംസ് കണ്ടെത്താനായിട്ട് ചോദിക്കും. നമുക്ക് പറ്റുന്നത്ര ടേംസ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഇപ്പം 7 ടേംസ് ചോദിച്ച് 7ഉം കണ്ടെത്തിയാൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ എന്നൊന്നുമില്ല. നമുക്കറിയാവുന്നുള്ള 3 4 ടേംസ് മാത്രം കണ്ടെത്തിയാലും അതിനുള്ള മാർക്ക് ചിലപ്പം കിട്ടിയെന്നിരിക്കും. അപ്പോൾ എല്ലാം അറിഞ്ഞാൽ മാത്രമേ പ്രോബ്ലം അറ്റൻഡ് ചെയ്യാവൂ എന്നൊന്നുമില്ല. നമുക്കറിയാവുന്നുള്ള കാര്യം എഴുതി വയ്ക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള മാർക്ക് കിട്ടും. ചിലപ്പം ഇവിടുത്തെ എല്ലാ പോയിന്റിലെയും പ്രഷർ എത്രയാണ്, വോളിയം എത്രയാണെന്ന് കണ്ടെത്താനായി ചോദിക്കും. നമുക്ക് മേ ബി 1 2 പോയിന്റ്സിലെ പ്രഷറും വോളിയം മാത്രമേ കണ്ടെത്താൻ സാധിച്ചുള്ളൂ എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ചുള്ള മാർക്കായിരിക്കും കിട്ടുന്നത്. ഫുൾ മാർക്ക് കിട്ടിയില്ല എങ്കിലും മേ ബി 5 or 6 മാർക്ക് കിട്ടിയെന്നിരിക്കും. അപ്പം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാം. ഇനി നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്ത് തുടങ്ങാം. കാർണോട്ട് സൈക്കിളിൽ ഒരു പ്രോബ്ലം മാത്രമേ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളൂ. ആ പ്രോബ്ലം തന്നെയാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പം പ്രോബ്ലം എന്ന് പറയുന്നത് ഇത്രയും പോർഷൻസ് ആയിരിക്കും തന്നിട്ടുള്ളത്. നമുക്ക് പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞ് സൊല്യൂഷൻ എഴുതി തുടങ്ങുമ്പോൾ ആദ്യം വരയ്ക്കേണ്ടത് ഈ PV and TS ഡയഗ്രാം കറക്റ്റായിട്ട് വരച്ച് വയ്ക്കുക. ഏത് സൈക്കിളിനാണോ കൊടുത്തിട്ടുള്ളത്, ഇവിടെ കാർണോട്ട് സൈക്കിൾ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രഷർ വോളിയം ടെമ്പറേച്ചർ എൻട്രോപ്പി ഈ 2 ഡയഗ്രാംസും വരച്ച് വയ്ക്കുക. എന്നിട്ട് തന്നിട്ടുള്ള ഡാറ്റയും എടുത്തെഴുതുക. അതാണ് ആദ്യത്തെ മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത്. തന്നിട്ടുള്ള ഡാറ്റയും എടുത്തെഴുതുക. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ എന്ന് ഡിസ്കസ് ചെയ്യാം. A Carnot cycle works with adiabatic compression ratio of 5. അഡയബാറ്റിക് കംപ്രഷൻ റേഷ്യോ തന്നിട്ടുണ്ട്. അഡയബാറ്റിക് കംപ്രഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇവിടെ അഡയബാറ്റിക് കംപ്രഷൻ പ്രോസസ്സ് ഏതാണ്? അഡയബാറ്റിക് കംപ്രഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് അഡയബാറ്റിക് കംപ്രഷൻ പ്രോസസ്സ്. നമ്മൾ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ PV TS ഡയഗ്രാം കറക്റ്റായിട്ട് എഴുതി ഈ പ്രോസസ്സൊക്കെ മാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ അഡയബാറ്റിക് കംപ്രഷൻ റേഷ്യോ 5 എന്ന് തന്നിട്ടുണ്ട്. അഡയബാറ്റിക് കംപ്രഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ V4/V1 ആണ്. കാരണം V4 വലുതും V1 ചെറുതുമാണ്. അപ്പോൾ അതുകൊണ്ട് V4 ന്യൂമറേറ്റർ ആയിട്ടും V1 ഡിനോമിനേറ്റർ ആയിട്ടും എഴുതും. അപ്പോൾ V4/V1 = 5 എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ 5 വരാൻ കാര്യം ഈ ന്യൂമറേറ്റർ വലുതാണ്. അപ്പോൾ അതുകൊണ്ടാണ് (1) എന്ന വാല്യൂ ഇവിടെ വന്നത്. അഡയബാറ്റിക് കംപ്രഷൻ റേഷ്യോ 5 എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഐസോതെർമൽ എക്സ്പാൻഷൻ റേഷ്യോ ഓഫ് 2 ഐസോതെർമൽ എക്സ്പാൻഷൻ റേഷ്യോ തന്നിട്ടുണ്ട്. ഇവിടെ ഏത് പ്രോസസ്സാണ് ഐസോതെർമൽ എക്സ്പാൻഷൻ പ്രോസസ്സ്? ഈ പ്രോസസ് 1 2 ആണ് ഐസോതെർമൽ എക്സ്പാൻഷൻ പ്രോസസ്സ്. അതിൻ്റെ വോളിയംസ് തമ്മിലുള്ള റേഷ്യോ, അതായത് V2/V1. V2 ആണ് വലുത്. അപ്പോൾ V2/V1 2 എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ അതും എടുത്തെഴുതുക. അടുത്തത്, ദ വോളിയം ഓഫ് എയർ അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി ഐസോതെർമൽ എക്സ്പാൻഷൻ ഈസ് 0.3 m3.
അതായത് ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിലെ വോളിയമാണ് തന്നിട്ടുള്ളത്. ഈ വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ട് ബിഗിനിങ് ഓഫ് ദി ഐസോതെർമൽ എക്സ്പാൻഷൻ. ഐസോതെർമൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഈ പ്രോസസ്സാണ്. അതിൻ്റെ ബിഗിനിങ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേറ്റ് ആണ്. ആ സ്റ്റേറ്റിലെ വോളിയമാണ് ഇവിടെ 0.3 മീറ്റർ ക്യൂബും തന്നിട്ടുള്ളത്. അതായത് V1 0.3 മീറ്റർ ക്യൂബും തന്നിട്ടുണ്ട്. അതും എടുത്തെഴുതുക. ഇനി ഇഫ് ദി മാക്സിമം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഈസ് ലിമിറ്റഡ് ടു 550 ആൻഡ് 21 ബാർ. ഇവിടെ മാക്സിമം ടെമ്പറേച്ചറും മാക്സിമം പ്രഷറും തന്നിട്ടുണ്ട്. മാക്സിമം ടെമ്പറേച്ചർ വരുന്ന സ്റ്റേറ്റ് ഏതാണ്? അത് നമ്മൾ ഈ TS ഡയഗ്രാമിൽ നിന്ന് മനസ്സിലാക്കാം. മാക്സിമം ടെമ്പറേച്ചർ വരുന്നത് സ്റ്റേറ്റ് 1 അല്ലെങ്കിൽ സ്റ്റേറ്റ് 2 മാക്സിമം ടെമ്പറേച്ചർ വരുന്നത്. അത് നമ്മൾ എടുത്ത് എഴുതി T1 = T2 = 550 എന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മാക്സിമം പ്രഷർ ഈസ് ലിമിറ്റഡ് ടു 21 ബാർ എന്ന് തന്നിട്ടുണ്ട്. മാക്സിമം പ്രഷർ വരുന്ന സ്റ്റേറ്റ് ഏതാണ്? അത് PV ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാക്കാം. എന്താ, ഈ പ്രഷർ Y ആക്സിസ് ആണ്. അതിലെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് 1 ആണ്. അപ്പോൾ സ്റ്റേറ്റ് 1 അതായത് P1 എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. P1 = 21 ബാർ എന്ന് തന്നിട്ടുണ്ട്. അതിനെ 21 × 10⁵ Nm², എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ 21 ബാർ എന്ന് തന്നിട്ടുണ്ട്. ഇനി ഡിറ്റർമൈൻ എന്ന് പറഞ്ഞ് ഒരു 3-4 എണ്ണം കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് കണ്ടെത്തേണ്ടത് നമുക്ക് നോക്കാം. ആദ്യം മിനിമം ടെമ്പറേച്ചർ ഇൻ ദ സൈക്കിൾ. മിനിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഏത് ടെമ്പറേച്ചർ ആണ്? T3 അല്ലെങ്കിൽ T4. അതാണ് മിനിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ T3 അല്ലെങ്കിൽ T4 കണ്ടെത്തുക, അത് ആദ്യത്തത്. രണ്ടാമത്തെ തെർമൽ എഫിഷ്യൻസി ഓഫ് ദി സൈക്കിൾ. തെർമൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ എഫിഷ്യൻസി, അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. 1 - T3/T1 എന്ന ഇക്വേഷൻ അറിയാം. അപ്പം ആ തെർമൽ എഫിഷ്യൻസി എത്രയാണെന്ന് കണ്ടെത്തണം. നമ്മളിവിടെ T1 നമുക്ക് തന്നിട്ടുണ്ട്, T3 ആണ് കണ്ടെത്തേണ്ടത്. അത് നമുക്കിവിടെ കണ്ടെത്താനായിട്ട് പറഞ്ഞു. T3 അല്ലെങ്കിൽ T4 കണ്ടെത്തിയാൽ ആ വാല്യൂയും കിട്ടും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തെർമൽ എഫിഷ്യൻസി നമുക്ക് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. മൂന്നാമതാണ് മെനക്കെട്ട് വരുന്നത് പ്രഷർ അറ്റ് ആൾ സാലിയൻ പോയിന്റ്സ്. എല്ലാ സ്റ്റേറ്റിലെയും പ്രഷർ എത്രയാണെന്ന് കണ്ടെത്തുക. നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ P1 മാത്രമേ തന്നിട്ടുള്ളൂ. പിന്നെ P2, P3, P4 ഈ 3 സ്റ്റേറ്റിലെയും പ്രഷർ എത്രയാണെന്നും കൂടെ കണ്ടെത്തണം. പ്രഷർ അറ്റ് ആൾ സാലിയൻ പോയിന്റ്സ്. അതിലും P1 കണ്ടെത്തേണ്ട ആവശ്യമില്ല, P1 തന്നിട്ടുണ്ട്. ബാക്കി P2, P3, P4 കണ്ടെത്തണം. പിന്നെ വർക്ക് ഡൺ എത്രയാണെന്ന് കണ്ടെത്തണം. വർക്ക് ഡൺ എത്രയാണെന്ന് കണ്ടെത്താനായിട്ട് ആദ്യം ഹീറ്റ് സപ്ലൈഡ് എത്രയാണെന്ന് കണ്ടെത്തണം, ഹീറ്റ് റിജക്ഷനും എത്രയാണെന്ന് കണ്ടെത്തണം. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോഴേക്കും വർക്ക് ഡൺ എത്രയാണെന്ന് കിട്ടും. അപ്പം ഇങ്ങനെ 4 കാര്യങ്ങളാണ് കണ്ടെത്തേണ്ടതെങ്കിലും അതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇവിടെ പ്രഷർ അറ്റ് ആൾ സാലിയൻ പോയിന്റ്സ് എന്ന് പറഞ്ഞ് 3 പ്രഷർ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇവിടെ വർക്ക് ഡൺ കണ്ടെത്താനായിട്ട് ഹീറ്റ് സപ്ലൈഡും ഹീറ്റ് റിജക്ഷനും കണ്ടെത്തണം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് ഇത്രയും കാര്യങ്ങൾ സോൾവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോന്നായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കണ്ടെത്തേണ്ടത്. ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. T4, P2, P3, P4, വർക്ക് ഡൺ W, പിന്നെ ഈറ്റ. അത് എഫിഷ്യൻസി എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ടേക്ക് ഗാമ = 1.4 എന്ന് തന്നിട്ടുണ്ട്. ഇത് എയറിൻ്റെ അഡിയാബാറ്റിക് ഇൻഡെക്സ് വാല്യൂ ആണ്. ഗാമ = 1.4 സ്റ്റാൻഡേർഡ് വാല്യൂ ആയിരിക്കും. മിക്കവാറും എല്ലാ പ്രോബ്ലത്തിലും 1.4 തന്നെയായിരിക്കും തന്നിരിക്കുന്നത്. തന്നിട്ടില്ല എങ്കിൽ 1.4 ആയിട്ട് നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം. തന്നിട്ടില്ല എങ്കിൽ ഇവിടെ ഇപ്പോൾ തന്നിട്ടുണ്ട് 1.4 എന്ന്. അപ്പോൾ അതും കൂടെ എടുത്ത് എഴുതുക. അപ്പം ഈ ഡാറ്റയെല്ലാം തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഏത് ടൈമാണ് കണ്ടെത്തേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് T4 എത്രയാണെന്ന് കണ്ടെത്താം. T4 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റാണ് T4. ഈ T4ൻ്റെ വാല്യൂ കണ്ടെത്താനായിട്ട് നമുക്ക് ഒന്നുകിൽ ഈ പ്രോസസ്സ് ബേസ് ചെയ്യാം, ഈ അഡിയാബാറ്റിക് കംപ്രഷൻ പ്രോസസ്സ് ബേസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ്സ് ബേസ് ചെയ്യാം. ഇതിലുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഈ T4 കണ്ടുപിടിക്കാം. പക്ഷേ നമുക്കത് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ഈ പ്രോസസ്സ് ഉപയോഗിച്ച് കണ്ടെത്താൻ സാധിക്കത്തില്ല. കാരണം അത് ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ്സാണ്. ഐസോതെർമൽ പ്രോസസ്സ് ആയതുകൊണ്ട് അതിൻ്റെ പ്രഷറും വോളിയം തമ്മിൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ P1, P2 = V1, V2. അതിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ടേം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ T4ൻ്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടെത്താൻ ഈ പ്രോസസ്സ് നമുക്ക് ബേസ് ചെയ്യാൻ സാധിക്കത്തില്ല. പകരം ഈ പ്രോസസ്സ്, ഈ അഡിയാബാറ്റിക് പ്രോസസ്സ് നമുക്ക് ബേസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള ഈ ഇക്വേഷനാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ആദ്യം 3 ടെമ്പറേച്ചർ ഞാൻ കാണിച്ചല്ലോ അഡിയാബാറ്റിക് പ്രോസസ്സിൻ്റെ. അതിൻ്റെ 3 ഇക്വേഷനിൽ നിന്ന് ഒരു ഇക്വേഷൻ നമ്മൾ സെലക്ട് ചെയ്തു. വോളിയവും ടെമ്പറേച്ചറും വരുന്ന ഇക്വേഷൻ നമ്മൾ സെലക്ട് ചെയ്തു. ഈ സെലക്ട് ചെയ്ത കാര്യം എന്തെന്ന് വെച്ചാൽ ഇവിടെ T1 എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്, 550 തന്നിട്ടുണ്ട്. V4ഉം V1ഉം നമുക്ക് തന്നിട്ടുണ്ട്. കാരണം നമുക്കിവിടെ V4/V1 എന്ന റേഷ്യോ = 5 തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ ചൂസ് ചെയ്തത്. അതിൽ നിന്ന് T4 മാത്രം കണ്ടെത്തിയാൽ മതി. ഈ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിക്കുന്നില്ല. നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനാണ് പഠിക്കുന്നത്. V2/V1 = T1/T2⁻1 എന്ന ഇക്വേഷനെ റീറൈറ്റ് ചെയ്തതാണ് നമ്മൾ ഈ ഇക്വേഷനാക്കി എഴുതിയിരിക്കുന്നത്. പ്രോസസ് 4(1) ബേസ് ചെയ്ത് നമ്മൾ ആ ഇക്വേഷൻ റീറൈറ്റ് ചെയ്താണ് നമ്മൾ ഈ ഒരു ഇക്വേഷനിലോട്ട് എത്തിച്ചേർന്നത്. V4/V1 = T1/T4⁻1 ഈ ഇക്വേഷനാണ് നമ്മളവിടെ റീറൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് പ്രോസസ് 1-2 ബേസ് ചെയ്താണ് ഈ ഇക്വേഷൻ. അതിനെ പ്രോസസ് 4(1) ബേസ് ചെയ്ത് നമ്മൾ അതിനെ റീറൈറ്റ് ചെയ്യുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടുന്നത്. അപ്പോൾ അതിലോട്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. V4/V1 ആ റേഷ്യോ തന്നിട്ടുണ്ട്, 5 എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ T1ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. T4 ആണ് കണ്ടെത്തേണ്ടത്.
അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കലി നിങ്ങൾ മാനുവലി ഈ സംഭവം സോൾവ് ചെയ്യാനായിട്ട് നിൽക്കുന്നത് ഒരുപാട് ടൈം എടുക്കും. നിങ്ങൾ ഈ ഇക്വേഷൻ തന്നെ നമ്മുടെ കാൽക്കുലേറ്ററിൽ ഫോം ചെയ്തെടുക്കുക. കാൽക്കുലേറ്ററിൽ ഇതേ ഇക്വേഷൻ തന്നെ, ഈ കാണിച്ചിരുന്ന ഇതേ ഇക്വേഷൻ ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് ടൈപ്പ് ചെയ്ത് കയറ്റാനായിട്ട് സാധിക്കും. എന്നിട്ട് എക്സ് അൺനോൺ വാല്യൂ ഒരു എക്സ് ആയിട്ട് കൊടുക്കുക. എന്നിട്ട് അതിനെ സോൾവ് ചെയ്താൽ ഡയറക്റ്റ് ആയിട്ട് 2 സെക്കൻഡ് കൊണ്ട് നമുക്ക് ഈ ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടും സയന്റിഫിക് കാൽക്കുലേറ്ററിൽ. ഞാൻ ഇവിടെ കാണിച്ചിരുന്ന ഒരു ആൻഡ്രോയിഡ് ആപ്പാണ്, സയന്റിഫിക് കാൽക്കുലേറ്ററിന്റെ ആൻഡ്രോയിഡ് ആപ്പിന്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ കാൽക്കുലേറ്റർ, നമ്മൾ ഉപയോഗിക്കുന്ന കാസിയോയുടെ കാൽക്കുലേറ്ററിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇതിനേക്കാളും നല്ല രീതിയിൽ നമുക്ക് ഈ ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് അൺനോൺ വാല്യൂവിന് സോൾവ് ചെയ്യുകയാണെങ്കിൽ 2 സെക്കൻഡ് കൊണ്ട് നമുക്ക് ഇതിന്റെ ആൻസർ സോൾവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് ആ ആൻസർ നമ്മളിവിടെ എഴുതുക, T4 = 288.9 എന്ന് എഴുതുക. അത് തന്നെയാണ് T3. T4 T3 സെയിം ആണല്ലോ. അപ്പം നമുക്ക് ഈ ആൻസർ കിട്ടി. ഇതെങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്ന് നിങ്ങൾക്ക് അറിയത്തില്ല എങ്കിൽ എന്നോട് ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം. ഗ്രൂപ്പിലോ അല്ലെങ്കിൽ പേഴ്സണലിയോ മെസ്സേജ് അയച്ചാൽ പറഞ്ഞുതരാം എങ്ങനെയാണ് ഈ കാൽക്കുലേറ്ററിലോട്ട് ഇതെല്ലാം അടിച്ച് കയറ്റുന്നതാണ്, എന്നിട്ട് സോൾവ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇത് കാസിയോയുടെ കാൽക്കുലേറ്ററിലുള്ള ഫീച്ചർ തന്നെയാണ്. കാസിയോയുടെ കാൽക്കുലേറ്ററിക്ക് ഒന്ന് 991 ES-ലൊക്കെ ഉണ്ട്. 991 MS-ലില്ല, 991 ES-ലെല്ലാം ഈ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഈ കാൽക്ക് എന്ന് പറയുന്ന ബട്ടൺ നിങ്ങളുടെ കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ നമുക്കുണ്ട് എന്നാണ് അർത്ഥം. ഈ കാൽക്ക് എന്ന് പറയുന്ന ബട്ടൺ എന്തായിരുന്നാലും കാണും, മിക്കവാറും നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ കാണും. നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ കാൽക്ക് എന്ന് പറയുന്ന ബട്ടൺ ഇല്ല എങ്കിൽ നിങ്ങൾ നിർബന്ധമായും പുതിയ കാൽക്കുലേറ്റർ വാങ്ങിക്കുക. 991 ES എന്ന മോഡലിലുള്ള കാൽക്കുലേറ്റർ നിർബന്ധമായിട്ട് വാങ്ങിക്കുക. 800 or 900 rupees എന്തോ ഉള്ളൂ. കാൽക്കുലേറ്റർ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. പഴയ കാൽക്കുലേറ്റർ ഈ 82 MS 82 FX എന്ന് പറയുന്ന ആ മോഡലൊന്നും നമുക്ക് പോരാ. 991 ES എന്ന് പറയുന്ന മോഡലാണ് വേണ്ട. ഈ കാൽക്ക് എന്ന് പറയുന്ന ബട്ടൺ വേണം. എന്നാൽ മാത്രമേ നമുക്ക് നേരെ ചൊവ്വേ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ കാൽക്കുലേറ്ററിൽ നമ്മുടെ കാൽക്കുലേറ്റർ തന്നെ ഈ എക്സാക്റ്റ് ഈ ഫോമിൽ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് അൺനോൺ വാല്യൂ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ ഇവിടെ കിട്ടും. അല്ലാതെ മാനുവലി സോൾവ് ചെയ്ത് ചെയ്യാൻ തുടങ്ങിയാലൊന്നും തീരത്തില്ല, ഒരുപാടുണ്ട്. അപ്പോൾ ഇങ്ങനെ 288.9 ആണ് T4 എന്ന് നമുക്ക് കിട്ടും. ഈ T4 കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് തന്നെയാണ് T3. നമുക്ക് ഈസി ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് എഫിഷ്യൻസിയുടെ വാല്യൂ എത്രയാണെന്ന് കണ്ടെത്താം. എഫിഷ്യൻസി = 1 - T3/T1 എന്ന് കിട്ടുന്നു. T3 ആണ് നമ്മളിപ്പോൾ കണ്ടെത്തിയത്. T1 ക്വസ്റ്റ്യന് തന്നു, വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോഴേക്കും 0.4747 എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നു. അതായത് 47.47 ആണ് ആ വാല്യൂ എഫിഷ്യൻസി എന്ന് പറയുന്നത്. കാർനോട്ട് സൈക്കിളിന്റെ ഈ തന്നിട്ടുള്ള കാർനോട്ട് സൈക്കിളിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാല്യൂ കിട്ടി. ഇനി ഉള്ളതാണ് നമുക്ക് അടുത്ത ഇനി കണ്ടെത്തേണ്ടത് നമുക്ക് ഓരോ സ്റ്റേറ്റിലെയും പ്രഷർ എത്രയാണെന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ടത്. അതിൽ P1 എന്ന് പറയുന്ന സ്റ്റേറ്റ് 1ലെ പ്രഷർ മാത്രമേ തന്നിട്ടുള്ളൂ. അതിൽ നിന്ന് ഓരോ പ്രഷറായിട്ട് നമ്മൾ 1/1 ഓരോ പ്രഷറായിട്ട് നമ്മൾ കണ്ടെത്താനായിട്ട് തുടങ്ങുന്നു. നമുക്ക് ആദ്യം P2 സ്റ്റേറ്റ് 2ലെ പ്രഷർ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഐസോതെർമൽ എക്സ്പാൻഷൻ പ്രോസസ്സ്, ഈ ഐസോതെർമൽ പ്രോസസ്സ് ബേസ് ചെയ്ത് തന്നെ നമുക്ക് P2 എത്രയാണെന്ന് കണ്ടെത്താം. ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സ് 1, 2 ആണ്. അതിൻ്റെ പ്രഷറും വോളിയം തമ്മിൽ റിലേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇതിനെ റീറേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം പ്രോസസ് 1, 2 തന്നെയാണ്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ തന്നെ എടുക്കാം. അതിൽ P1 നമുക്ക് തന്നിട്ടുണ്ട്. V1/V2 എന്നുള്ള എൻ്റെ ഫോർമുല റേഷ്യോ നമുക്കിവിടെ തന്നിട്ടുണ്ട്. V2/V1 എന്നുള്ള റേഷ്യോ നമുക്കിവിടെ 2 എന്ന് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതുകൊണ്ട് തന്നെ ഈ V2 ഉം V1 ഉം പിന്നെ ആവശ്യമില്ല. അതിൽ നിന്ന് ഈ P2 എന്ന വാല്യൂ മാത്രം കണ്ടെത്തിയാൽ മതി. അപ്പോൾ P2 = P1 × V1/V2 എന്ന് നമുക്കിവിടെ കിട്ടും. അതിൽ V2/V1 എന്ന സംഭവം 2 എന്നുള്ള വാല്യൂ നമുക്ക് ഇക്വേഷൻ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആ വാല്യൂ ഇട്ട് കൊടുത്താൽ ഇതിപ്പം V2/V1, ഇത് V1/V2 ആയതുകൊണ്ട് ഇതിനെ 1/2 എന്ന വാല്യൂ ആയിരിക്കും ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ആ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴേക്കും P2 എന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് നമുക്കിവിടെ കിട്ടും. 10.5 നമുക്കിവിടെ 10.5 × 10⁵ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഈ P1ന്റെ വാല്യൂ 21 × 10⁵ എന്നാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ആൻസർ 10.5 × 10⁵ എന്ന് കിട്ടും. അതല്ല എങ്കിൽ 21 എന്നാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് 10.5 എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പോൾ യൂണിറ്റ് ഒന്ന് ശ്രദ്ധിക്കുക. × 10⁵ എന്ന് കൊടുക്കുകയാണെങ്കിൽ Nm/m² എന്ന് എഴുതുക. അതല്ല ഇവിടെ 21 × 10⁵ എന്ന് നിങ്ങൾ കൊടുക്കുന്നില്ല, 21 എന്ന് മാത്രമേ കൊടുക്കുന്നുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ബാറിലായിരിക്കും കിട്ടുന്നത്, 10.5 എന്നായിരിക്കും കിട്ടുന്നത്. അത് അണ്ടർലൈൻ ചെയ്തിടുക. അപ്പോൾ അതാണ് P2 എന്ന് പറയുന്നത്. അപ്പോൾ P2 കണ്ടെത്താനായിട്ട് നമ്മൾ ഈ ഒരു പ്രോസസ്സ്, ഈ ഐസോതെർമൽ പ്രോസസ്സാണ് ബേസ് ചെയ്തത്. അതുപയോഗിച്ച് P2ന്റെ വാല്യൂ നമുക്ക് കണ്ടെത്തി. ഇനി അടുത്തത് P2 കണ്ടെത്തി. ഇനി അടുത്ത P3 കണ്ടെത്തുക. സ്റ്റേറ്റ് 3ലെ പ്രഷർ എത്രയാണെന്ന് കണ്ടെത്താം. അതിനുവേണ്ടി നമുക്ക് ഈ പ്രോസസ്സ് 2, 3 നമുക്ക് ബേസ് ചെയ്യാം. ഇതൊരു അഡൈബാറ്റീവ് പ്രോസസ്സാണ്. അതിൻ്റെ ജനറൽ ഇക്വേഷൻ, പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള ജനറൽ അഡൈബാറ്റീവ് പ്രോസസ്സിൻ്റെ ഇക്വേഷൻ റിലേഷൻ ഞാനിവിടെ തന്നിട്ടുണ്ട്. P1/P2 = T1/T2 γ/γ-1 എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ ജനറൽ ഇക്വേഷനാണ്. അപ്പോൾ ഇവിടെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സ് 2, 3 ആണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഈ ഇക്വേഷൻ റീറേറ്റ് ചെയ്യണം. അത് റീറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. P2/P3 = T2/T3 γ/γ-1 എന്ന് നമുക്ക് കിട്ടും. ഇവിടെ P2 നമ്മളിപ്പോൾ തൊട്ട് നേരത്തെ P2 കണ്ടെത്തി.
T2 T3 നമ്മുടെ കയ്യിൽ ആൾറെഡി ഉണ്ട്. 550 എന്ന് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. 288.9 എന്ന് നമ്മൾ കണ്ടെത്തുകയും ചെയ്തു. പിന്നെ ഗാമയുടെ വാല്യൂയും അറിയാം. ഇങ്ങനെ ഇക്വേഷൻ ഫോം ചെയ്യുക. അതിൽ നിന്ന് P3യുടെ വാല്യൂ എത്രയാണെന്ന് കണ്ടെത്തണം. അതിന് നമുക്ക് കാൽക്കുലേറ്ററിന് സഹായം നോക്കാം. ഇതേ ഫോമിൽ ഇതേ ഇക്വേഷൻ തന്നെ നമ്മൾ കാൽക്കുലേറ്ററിലോട്ട് ടൈപ്പ് ചെയ്ത് ഫീഡ് ചെയ്ത് കയറ്റുന്നു. എന്നിട്ട് അൺനോൺ വാല്യൂ എത്രയൊക്കെയുള്ള അതിന് സോൾവ് ചെയ്തെടുക്കുന്നു. സോൾവ് ചെയ്യുമ്പോൾ 2 സെക്കൻഡ് കൊണ്ട് നമുക്ക് ആൻസറും എത്രയാണെന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 1.1 ബാർ നമുക്ക് കിട്ടുന്നു. ഇവിടെ 10.5 × 10⁵ നമ്മൾ ഇട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ആൻസർ 1.1 എന്ന് നമുക്ക് കിട്ടുന്നു. അത് ബാറിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ P3യുടെ വാല്യൂ എത്രയാണെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ P3യുടെ വാല്യൂ കിട്ടാനായിട്ട് നമ്മൾ ബേസ് ചെയ്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സ് 2-3 ആണ്. അപ്പോൾ ആ പ്രോസസ്സ് ഉപയോഗിച്ചാണ് P3യുടെ വാല്യൂ കണ്ടെത്തിയത്. ഇനി അടുത്തത് നമ്മൾ P4 ആ സ്റ്റേറ്റ് 4ലെ പ്രഷർ എത്രയാണെന്ന് നമ്മൾ കണ്ടെത്തും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ബേസ് ചെയ്യുന്നത് ഈ അഡയബാറ്റിക് പ്രോസസ്സാണ്. ഈ പ്രോസസ്സ് 4-1 എന്ന പ്രോസസ്സ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ P4ൻ്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടെത്തുന്നത്. പ്രഷർ അറ്റ് സ്റ്റേറ്റ് 4. അപ്പോൾ അതിൻ്റെ ജനറൽ ഇക്വേഷനാണ് ഞാനിവിടെ കൊടുത്തിട്ട് പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള ഫോർമുല റിലേഷനാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ 4-1 ആയതുകൊണ്ട് നമ്മൾ അതിനെ റീറേറ്റ് ചെയ്യണം. റീറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഫോർമുല ഇങ്ങനെ കിട്ടും. P4/P1 = T4/T1 raised to Γ/Γ-1 എന്ന് നമുക്ക് റിലേഷൻ കിട്ടും. അതിൽ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇവിടെ P4 ആണ് കണ്ടെത്തേണ്ടത്. P1ൻ്റെ വാല്യൂ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. T1 നമുക്ക് ക്വസ്റ്റിനിൽ തന്നു. T4 നമ്മൾ കണ്ടെത്തുകയും ചെയ്തു. ഗാമയുടെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. ഇത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ അൺനോൺ വാല്യൂ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. കാൽക്കുലേറ്ററിൽ ഫീഡ് ചെയ്ത് കൊടുത്താൽ മതി. ഡയറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടും. 2.2 എന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടുകയും ചെയ്യും. അങ്ങനെ P2, P3, P4 നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾക്ക് തോന്നും മേ ബി ഈ ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ്സ്, ഈ ഐസോതെർമൽ പ്രോസസ്സിലോട്ട് നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ഈ P4ൻ്റെ വാല്യൂ കിട്ടത്തില്ലേ എന്ന് നിങ്ങൾക്ക് തോന്നും. നിങ്ങൾ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് കുഴപ്പമെന്ന്. മേ ബി അതിൽ 1-2 വാല്യൂസ് നമുക്ക് കയ്യിലില്ല എന്നുള്ള അവസ്ഥയായിരിക്കും. എനിക്ക് തോന്നുന്നു വോളിയം 3 അല്ലെ വോളിയം ഏതോ ഒരു വോളിയം ഇല്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഈ ഐസോതെർമൽ പ്രോസസ്സ് ഉപയോഗിച്ച് അതിലുള്ള പ്രഷറും വോളിയം തമ്മിലുള്ള റിലേഷൻ ഉപയോഗിച്ച് P4 കണ്ടെത്താത്തത്. അതേസമയം ഈ അഡയബാറ്റിക് പ്രോസസ്സിലുള്ള ടേംസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇക്വേഷനോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. നിങ്ങൾ ഈ ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ്സ് ഈ പ്രോസസ്സ് 3-4ലുള്ള റിലേഷൻ പ്രഷറും വോളിയം തമ്മിലുള്ള റിലേഷനിൽ അപ്ലൈ ചെയ്ത് ഈ P4ൻ്റെ വാല്യൂ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് നോക്കാമല്ലോ. അപ്പം ഇങ്ങനെ 3 പ്രഷർ എത്രയാണെന്ന് 3 പ്രഷറിൻ്റെ വാല്യൂസ് കണ്ടെത്തി. ഇനി കണ്ടെത്താനുള്ളത് വർക്ക് ഡൺ എത്രയാണെന്നാണ് കണ്ടെത്തേണ്ടത്. വർക്ക് ഡൺ = ഹീറ്റ് സപ്ലൈഡ് - ഹീറ്റ് റിജക്റ്റഡ് ആണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഹീറ്റ് സപ്ലൈഡും ഹീറ്റ് റിജക്ഷനും എത്രയാണെന്ന് കണ്ടെത്തണം. ഹീറ്റ് സപ്ലൈഡിൻ്റെ ജനറൽ ഇക്വേഷൻ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. P1 V1 ln × V2/V1 ഇത് ജനറൽ ഇക്വേഷൻ തന്നെയാണ്. ഈ പ്രോസസ്സ് എന്ന് പറഞ്ഞ പ്രോസസ്സ് 1-2 തന്നെയാണ് ഹീറ്റ് സപ്ലൈഡിൻ്റെ പ്രോസസ്സ്. അപ്പോൾ അതിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. P1 ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്, V1 ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്, V2/V1ൻ്റെ റേഷ്യോയും ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ഈ 3 വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ ഇവിടെ കിട്ടും. അപ്പോൾ ഇവിടെ 437 kJ എന്ന വാല്യൂ നമുക്കിവിടെ കിട്ടും. അത് ഹീറ്റ് സപ്ലൈഡ് ആണ്. ഇതൊക്കെ നിങ്ങൾ നോട്ട് ബുക്കിൽ ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ ചുമ്മാ ഇങ്ങനെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. നോട്ട് ബുക്കിൽ ഈ വീഡിയോ കണ്ട് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് ചെയ്ത് സ്വന്തമായിട്ട് മാനുവലായിട്ട് സോൾവ് ചെയ്ത് എടുക്കാനായിട്ട് നോക്കുക. എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അല്ലാതെ ചുമ്മാ വീഡിയോ കണ്ട് ചുമ്മാ കളയരുത്. ഒന്നും മനസ്സിലാവത്തില്ല, അവസാനം ഒന്നും ഓർമ്മയിലിരിക്കത്തില്ല. ഞാൻ ചുമ്മാ ഇതിങ്ങനെ പറഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ. അപ്പം ഹീറ്റ് സപ്ലൈഡ് കണ്ടെത്തി. ഇനി അടുത്ത ഹീറ്റ് റിജക്ഷൻ കണ്ടെത്തണം. അപ്പോൾ ഹീറ്റ് റിജക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പ്രോസസ്സാണ്. പ്രോസസ്സ് 3-4 ആണ് ഹീറ്റ് റിജക്ഷൻ. അതിന് നമുക്ക് ഈ ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടത്. ഈ ഫോർമുല നമ്മൾ ഡിറൈവ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടെത്തിയായിരുന്നു. ഈ ഫോർമുല P3 V3 ln × V3/V4 എന്ന ഫോർമുല നമ്മൾ കണ്ടെത്തിയായിരുന്നു. ഇവിടെ നമുക്കുള്ള പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ ഇവിടെ P3 നമുക്കുണ്ട്, അതേസമയം V3 എത്രയാണ് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു അൺനോൺ വാല്യൂ ഉണ്ട്. നമുക്ക് ഈ ഹീറ്റ് റിജക്ഷൻ ആണ് നമുക്ക് കണ്ടെത്തിയിട്ട്. അപ്പോൾ പിന്നെ V3 കണ്ടെത്താനായിട്ട് പോകണം. അപ്പോൾ അത് കുറച്ചും കൂടെ ടെഡിയസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇനി V3 എത്രയാണെന്ന് കണ്ടെത്താനുള്ളത്. അപ്പോൾ അതിന് പകരം നമ്മളോട് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഇവിടെ P3 V3 = P4 V4 എന്ന് വരും. കാരണം ഈ പ്രോസസ്സ് ഈ P3 V3 = P4 V4 കാരണം പ്രോസസ്സ് 3-4 നോക്കാം. പ്രോസസ്സ് 3-4 എന്ന് പറഞ്ഞാൽ ഐസോതെർമൽ പ്രോസസ്സാണ്. അതിൻ്റെ പ്രഷറും വോളിയം തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ P3 V3 = P4 V4 ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ P3 V3ക്ക് പകരം നമുക്ക് P4 V4 എന്ന് എഴുതാം. ഇവിടെ P4ൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടെത്തി. V4ൻ്റെ വാല്യൂ നമ്മൾ തന്നിട്ടുമുണ്ട്. അപ്പോൾ അതിന് V4/V1 എന്ന റേഷ്യോ നമ്മൾ 5 തന്നിട്ടുണ്ട്. അതിൽ നിന്ന് V4ൻ്റെ വാല്യൂ നമുക്ക് കണ്ടെത്താം. 5 × V1 എടുത്താൽ മതി. V1 നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ 0.3 m³ എന്ന് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് V4 എത്രയാണെന്ന് കണ്ടെത്താം. അപ്പോൾ ഇവിടെ V3 നമ്മൾ കണ്ടെത്താനായിട്ട് മെനക്കെറണ്ട. അതിന് പകരം P3 V3ക്ക് പകരം P4 V4 എന്ന നമ്മളെ ടേംസ് ഉപയോഗിച്ച് നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. അപ്പോൾ P4 V4 ln × V2/V1 എന്ന് കൊടുത്തു. ഇവിടെ ഇവിടെ V3/V4 ആയിരുന്നു. ഇവിടെ V2/V1 ആയി. എന്തുകൊണ്ടാണ് ഈ V3/V4ന് V2/V1 ആയത്? രണ്ടും ഒരേ റേഷ്യോ തന്നെയാണ്. നമ്മൾ ഇങ്ങനെ ഒരു ഐഡന്റിറ്റി പഠിച്ചായിരുന്നു. V3/V4 = V2/V1 എന്നൊരു ഐഡന്റിറ്റി നമ്മൾ പഠിച്ചായിരുന്നു.
അപ്പോൾ അതുകൊണ്ട് തന്നെ V3/V4 പകരം V2/V1 എഴുതാം. V2/V1 നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ആൻസർ 2 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പം ഈ ടേംസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വാല്യൂസ് തന്നെ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേ നമുക്ക് ഇങ്ങനെ കിട്ടും. P4 നമ്മൾ കണ്ടെത്തിയ 2.2 × 10⁵ എഴുതുന്നു. V4 എന്ന് പറഞ്ഞാൽ 5 × 0.3 ആണ്. അതായത് ഇവിടെ V4 = 5 × V1. V1 തന്നിട്ടുണ്ട് 0.3 ആയിട്ട്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുക. ln2 V2/V1 റേഷ്യോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, റേഷ്യോ എത്രയാണ്. അപ്പോൾ ആ വാല്യൂവും കൂടി ഇട്ട് കൊടുക്കുമ്പോഴേക്കും ഡയറക്റ്റ് ആയിട്ട് 288.74 എന്ന് കിട്ടും. അത് ഹീറ്റ് റിജക്ഷൻ ആയതുകൊണ്ടാണ് ബ്രാക്കറ്റിൽ നെഗറ്റീവ് എന്ന് ഞാൻ എഴുതിയത്. ഹീറ്റ് റിജക്ഷൻ ആയതുകൊണ്ട് അത് നെഗറ്റീവ് വാല്യൂ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അത് ബ്രാക്കറ്റിൽ ഇങ്ങനെ നെഗറ്റീവ് എന്ന് ഇട്ട് കൊടുത്താൽ മതി, ഹീറ്റ് റിജക്ഷൻ ആയതുകൊണ്ട്. ഇനി വർക്ക് ഡൺ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത് ഹീറ്റ് റിജക്ഷൻ എത്രയാണെന്ന് മൈനസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം വർക്ക് ഡൺ 208.26 എന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് വർക്ക് ഡണ്ണും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഹീറ്റ് സപ്ലൈഡ് എത്രയാണെന്ന് കിട്ടണം, അതുപോലെ തന്നെ ഹീറ്റ് റിജക്ഷനും എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അവിടെ ഈ ഒരു പോയിന്റ് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. P3 V3ക്ക് പകരം ഇവിടെ V3 കണ്ടെത്താനായിട്ട് നമുക്ക് വേറെ ഒരുപാട് മെനക്കെടേണ്ടി വരും. വേറെ ഫോമുല കണ്ടെത്തിയാണ് V3 എത്രയാണെന്ന് കണ്ടെത്താൻ. അപ്പോൾ അത് മെനക്കെടാതെയാണ് നമ്മൾ P4 V4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. P3 V3ക്ക് പകരം P4 V4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതുപോലെ തന്നെ V3 V4 പകരം നമ്മൾ V2/V1 എന്ന് എഴുതാം. കാരണം ഇങ്ങനെ ഐഡന്റിറ്റി നമ്മൾ പഠിച്ചതുകൊണ്ട് V3/V4 പകരം V2/V1 എന്ന ഇത് റേഷ്യോയും കൂടെ നമ്മൾ എടുത്ത് എഴുതുന്നു. അങ്ങനെയാണ് നമ്മൾ ഹീറ്റ് റിജക്ഷനും എത്രയാണെന്ന് കണ്ടെത്തുന്നത്. എന്നിട്ട് അതിൽ നിന്ന് വർക്ക് ഡൺ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഇത് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. പറ്റാവുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടെത്താനേ നോക്കുക. ഈ 4 കാര്യങ്ങളും ചെയ്താൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ എന്നൊന്നുമില്ല. പറ്റാവുന്നത്ര ചെയ്താൽ അതിനനുസരിച്ചുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കോളും. ഈ കാൽക്കുലേറ്റർ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ല എങ്കിൽ, നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഒന്നേ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ പേഴ്സണലിയോ ചോദിക്കുക. കാൽക്കുലേറ്റർ ഉള്ളവർ നിങ്ങൾ മാനുവൽ വായിച്ചാലും മതി, നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് സോൾവ് ചെയ്തെടുക്കുന്നത്. കാൽക്കുലേറ്ററിൻ്റെ മാനുവലും വായിച്ചാൽ മനസ്സിലാവും. ഈ കാൽക്ക് എന്ന് പറയുന്ന ബട്ടൺ നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ ഇല്ല എങ്കിൽ പുതിയ കാൽക്കുലേറ്റർ വാങ്ങിക്കണം എന്നാണ് അർത്ഥം. കാൽക്കുലേറ്ററിൻ്റെ ഫോട്ടോ എല്ലാം അയച്ചു തരികയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, ഈ കാൽക്കുലേറ്റർ മതിയോ എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇങ്ങനെയാണ് നിങ്ങൾ ഈ പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് തുടക്കമേ ആയുള്ളൂ, മനസ്സിലായില്ല എങ്കിലും കുഴപ്പമില്ല. ഈ ഓട്ടോ സൈക്കിളിൻ്റെ ഡീസൽ സൈക്കിളിൻ്റെയൊക്കെ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോഴേക്കും കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓരോന്നായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും സ്വന്തമായിട്ട്. അപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ട് ഇരിക്കാതെ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് പ്രോബ്ലംസ് മാനുവലി ഒന്ന് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നാലേ മനസ്സിലാവുകയുള്ളൂ. വീഡിയോ കണ്ടുകൊണ്ട് ഇരുന്നു എന്ന് വെച്ച് നിങ്ങൾ മനസ്സിലാകാൻ പോകുന്നില്ല. നോട്ട് ബുക്ക് എടുത്തിട്ട് എഴുതി നോക്കുക. ഞാൻ ചെക്ക് ചെയ്യാനൊന്നും പോകുന്നില്ല, കോളേജ് തുറക്കുമ്പോൾ നോട്ട് ബുക്ക് ചെക്ക് ചെയ്യാനൊന്നും പോകുന്നില്ല. പക്ഷേ നിങ്ങളുടെ ആവശ്യപ്രകാരം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.